നമസ്കാരം. മലയാളം SCERT ചാനലിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ ഇടുക്കിയുടെ താജ്മഹൽ എന്ന പാഠം. ശരിയായ താജ്മഹൽ എവിടെയാണെന്നും അത് പണി കഴിപ്പിച്ചതാരാണെന്നും ആരുടെ ഓർമ്മയ്ക്കായാണ് പണി കഴിപ്പിച്ചതെന്നും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, എപ്പോഴാണ് പണി കഴിപ്പിച്ചത്, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഒളിച്ചിരിക്കുന്ന കുത്തുകൾക്കിടയിൽ നിന്നും. ഇനി നമുക്ക് ഇടുക്കിയുടെ താജ്മഹലിനെ കുറിച്ച് പഠിക്കാം. ഇടുക്കി എവിടെയാണെന്ന് അറിയാലോ? കേരളത്തിലെ ഒരു ജില്ലയാണ് ഇടുക്കി. ഈ കഥ എഴുതിയത് ഇടുക്കി ജില്ലക്കാരനായ സുസ്മേഷ് ചന്ദ്രോത്ത് ആണ്. അദ്ദേഹത്തിൻ്റെ ഗ്രാമമാണ് വെള്ളത്തൂവൽ. ആ ഗ്രാമത്തിൽ അദ്ദേഹം താജ്മഹൽ പോലെ കണക്കാക്കുന്ന ഒരു നിർമ്മിതിയെ പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് കഥയിലേക്ക് പോകാം. ഇടുക്കിയുടെ താജ്മഹൽ. വെള്ളത്തൂവൽ ഗ്രാമത്തിലെ മുതിരപ്പുഴയുടെ തീരത്തായിരുന്നു രാജൻ്റെയും ഭാര്യയുടെയും വീട്. അവർക്ക് 2 മക്കൾ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഖിലും 5ൽ പഠിക്കുന്ന അമ്മുവും. കഥയിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെട്ടു കഴിഞ്ഞു അല്ലേ? കഥ നടക്കുന്നത് എവിടെയാണ്? ഇടുക്കിയിലെ തന്നെ വെള്ളത്തൂവൽ ഗ്രാമത്തിൽ അല്ലേ? നമ്മുടെ കഥാകൃത്തിൻ്റെ നാട് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ഗ്രാമം തന്നെയാണത്. വെള്ളത്തൂവൽ എന്ന ഗ്രാമം. മുതിരപ്പുഴയുടെ തീരത്താണ് വെള്ളത്തൂവൽ എന്ന ഗ്രാമം. മുതിരപ്പുഴ പെരിയാറിൻ്റെ ഒരു പോഷക നദിയാണ്. പെരിയാറിൻ്റെ ഒരു കൈവഴിയായി ഒഴുകുന്ന നദിയാണ് മുതിരപ്പുഴ. പെരിയാർ കേരളത്തിലെ വലിയൊരു നദിയാണെന്നറിയാലോ. അപ്പോൾ വെള്ളത്തൂവൽ ഗ്രാമം എവിടെയാണ്? മുതിരപ്പുഴയുടെ തീരത്ത്. ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ മുതിരപ്പുഴയുടെ തീരത്താണ് വെള്ളത്തൂവൽ ഗ്രാമം. ആരൊക്കെയാണ് ആ ഗ്രാമത്തിൽ താമസിക്കുന്ന കുടുംബക്കാർ? അതിനടുത്തുള്ള വീട്ടിൽ താമസിക്കുന്ന കുടുംബക്കാർ ആരൊക്കെയാണ്? രാജനും ഭാര്യയും, പിന്നെ അവരുടെ 2 മക്കൾ. മക്കളാരൊക്കെയാ? 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഖിൽ, 5ൽ പഠിക്കുന്ന അമ്മു. അങ്ങനെ 4 പേരടങ്ങുന്ന കുടുംബം അല്ലേ? അവർ വെള്ളത്തൂവൽ ഗ്രാമത്തിൽ ജീവിക്കുന്നു. ഒരു ദിവസം സന്ധ്യയ്ക്ക് പണി കഴിഞ്ഞു വന്ന രാജനോട് അഖിൽ ചോദിച്ചു, അച്ഛാ, ഈ താജ്മഹൽ എവിടെയാണ്? അല്ലേ? എന്താ ചോദിച്ചത് അഖിൽ? താജ്മഹൽ എവിടെയാണ് എന്ന്. ആരോടാ ചോദിച്ചത്? അച്ഛനോട്. രാജന് പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അറിയാത്തത് അറിയില്ലെന്നു തന്നെയാണ് കുട്ടികളോട് പറയേണ്ടത് എന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നു. മകൻ ചോദിച്ചപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഉത്തരം അദ്ദേഹത്തിന് കിട്ടിയില്ല. അറിയാത്തത് അറിയില്ല എന്ന് തന്നെ വേണം പറയാൻ അല്ലേ കുട്ടികളോട്? പ്രത്യേകിച്ച് മാതാപിതാക്കളും അധ്യാപകരും. എല്ലാം എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ അല്ലേ? ചിലപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരണമെന്നുമില്ല. കുട്ടികൾ ഏറ്റവും വിശ്വസിക്കുന്നവരാണ് മാതാപിതാക്കളും അതുപോലെ അധ്യാപകരും. അവർ പറയുന്ന ഓരോ വാക്കും അതിൻ്റെ അതേ പൂർണ്ണതയോടെ അവർ വിശ്വാസത്തിലെടുക്കും അല്ലേ? അപ്പോൾ കുട്ടികളോട് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. സത്യമായ കാര്യം മാത്രമേ പറയാവൂ. അത് അധ്യാപകരായാലും മാതാപിതാക്കളായാലും. അപ്പോൾ അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറയാലോ, അടുത്ത ദിവസം പറഞ്ഞു തരാം എന്ന് പറയാം. അപ്പോൾ ആ ഒരു കാര്യം ആ പിതാവ് മനസ്സിലാക്കിയിരുന്നു. കുട്ടികളോട് അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെ പറയണം. അദ്ദേഹം എന്തു പറഞ്ഞു? അച്ഛന് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല മോനെ, പുസ്തകം നോക്കിയിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. അതെവിടെയാണ്? അച്ഛൻ കേട്ടിട്ടുണ്ട് അല്ലേ, താജ്മഹൽ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അതെവിടെയാണ് നിൽക്കുന്നത്, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല.
ഓർമ്മ കിട്ടുന്നില്ല. പുസ്തകം നോക്കിയിട്ട് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. സംശയം തീർക്കാൻ പുസ്തകങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എങ്കിലും ആരോടൊക്കെയോ ചോദിച്ച് മനസ്സിലാക്കി രാജൻ പറഞ്ഞു കൊടുത്തു. പുസ്തകം നോക്കി പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ആ വീട്ടിൽ അതിനു മാത്രം പുസ്തകങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മകന് മറുപടി കൊടുക്കണമല്ലോ. അപ്പോൾ അദ്ദേഹം മറ്റുള്ളവരാരോടൊക്കെയോ ചോദിച്ച് അതിൻ്റെ ഉത്തരം മനസ്സിലാക്കി. എന്നിട്ട് കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. ആഗ്ര എന്ന സ്ഥലത്താണ് താജ്മഹൽ. താജ്മഹൽ എവിടെയാണ്? ആഗ്രയിൽ. നിങ്ങൾക്കറിയാലോ അല്ലേ? ആഗ്ര എവിടെയാണ്? കേരളത്തിലാണോ? അല്ല, ഉത്തർപ്രദേശിൽ അല്ലേ? ഉത്തരേന്ത്യയിൽ ഉത്തർപ്രദേശിലാണ് ആഗ്ര എന്ന സ്ഥലം. ആഗ്ര എന്ന സ്ഥലത്ത് യമുനയുടെ തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ മകന് പറഞ്ഞു കൊടുത്തു താജ്മഹൽ ആഗ്രയിലാണ് എന്ന്. അച്ഛാ, എനിക്ക് താജ്മഹൽ കാണണം. ഞങ്ങളെ ഒരു ദിവസം അവിടെ കൊണ്ടുപോകാമോ? അപ്പോൾ മൂപ്പര് വെറുതെ അല്ല താജ്മഹലിനെ കുറിച്ച് അന്വേഷിക്കുന്നത് അല്ലേ? അവൻ കേട്ട് കാണും അതിനെക്കുറിച്ച്. ഒന്നുകിൽ കൂട്ടുകാരാരെങ്കിലും താജ്മഹൽ കണ്ട വിശേഷങ്ങൾ സ്കൂളിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടാവാം. അതുമല്ലെങ്കിൽ ഏതെങ്കിലും പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ടാവാം. എന്തായാലും മൂപ്പർക്ക് താജ്മഹൽ കാണാൻ പോകണം. ഞങ്ങളെ കൊണ്ടുപോകാമോ എന്നായി അടുത്ത ആവശ്യം. രാജൻ വളരെ നേരം ആലോചിച്ചു. ഇന്ത്യയുടെ ഏതോ ഒരറ്റത്താണ് ആഗ്ര. അവിടെ വരെ പോകാൻ ആയിരക്കണക്കിന് രൂപ വേണം. ഹിന്ദി അറിയണം. തീവണ്ടിയിലൊക്കെ യാത്ര ചെയ്തുള്ള പരിചയവും വേണം. വെള്ളത്തൂവൽ പോലൊരു ഗ്രാമത്തിൽ നിന്ന് ഒരാൾക്ക് ഒരിക്കലും താജ്മഹൽ കാണാൻ പോകാൻ കഴിയുകയില്ലെന്ന് അയാൾക്ക് തോന്നി. മകൻ ചോദിച്ചപ്പോൾ വല്ലാത്ത ധർമ്മസങ്കടത്തിലായി അച്ഛൻ അല്ലേ? എന്തൊക്കെ പ്രയാസങ്ങളാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്? ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൈസ തന്നെ അല്ലേ? നല്ല പണച്ചെലവുള്ള ഒരു കാര്യമാണ് ഇത്രയും ദൂരം യാത്ര ചെയ്യുക എന്നുള്ളത്. കാരണം എന്താ? അത് ഇന്ത്യയുടെ വടക്കേ അറ്റത്താണ്. കേരളം എവിടെയാ? ഇടുക്കി ജില്ലയും വെള്ളത്തൂവൽ ഗ്രാമവും എവിടെയാ? തെക്കേ അറ്റത്ത് അല്ലേ? കേരളത്തിൻ്റെ തെക്കേ അറ്റത്തു നിന്നും വടക്കേ അറ്റത്തുള്ള താജ്മഹലിലേക്ക് പോവുക എന്നുള്ളത് വളരെ പണച്ചെലവുള്ള കാര്യമാണ് എന്ന് ആ അച്ഛനറിയാം. കൂടാതെ മലയാളം മാത്രം അറിയുന്ന അദ്ദേഹത്തിന് അവിടെ പോയിട്ട് ഹിന്ദി ഭാഷ വശമില്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ ഹിന്ദി അറിയണം. അത് മറ്റൊരു പ്രശ്നമാണ്. അതുപോലെ തീവണ്ടിയിലൊക്കെ യാത്ര ചെയ്തുള്ള പരിചയവും വേണം അല്ലേ? തീവണ്ടി എവിടെയാണ് സ്റ്റേഷൻ എവിടെയാണ്, ഏത് പ്ലാറ്റ്ഫോമിലാണ് ആ ഭാഗത്തേക്ക് പോകുന്ന തീവണ്ടിയൊക്കെ നിർത്തുക, ഏത് കമ്പാർട്ട്മെൻറ്റിൽ കയറണം അല്ലേ, ടിക്കറ്റ് എങ്ങനെയാണ് എടുക്കേണ്ടത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും അറിയണം. അപ്പോൾ തീവണ്ടിയിൽ യാത്ര ചെയ്തുള്ള പരിചയവും വേണം. വെള്ളത്തൂവൽ പോലുള്ള ഗ്രാമത്തിൽ നിന്ന് ഒരാൾക്ക് ഒരിക്കലും താജ്മഹൽ കാണാൻ പോകാൻ കഴിയില്ലെന്ന് അദ്ദേഹം വിചാരിച്ചു അല്ലേ? തന്നെ പോലൊരു നാട്ടിൻപുറത്തുകാരന് അതൊക്കെ ഒരു കീറാമുട്ടിയാണ്. താജ്മഹൽ യാത്ര, താജ്മഹലിലേക്ക് പോവുക, താജ്മഹൽ കാണാൻ പോവുക, ആഗ്രയിലേക്ക് പോവുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. എന്തൊക്കെ പ്രയാസങ്ങളാണ് അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്നത്? ഒന്ന് ദൂരം ആണല്ലേ, പിന്നൊന്ന് പണച്ചെലവ്, വേറൊന്ന് ഭാഷ വശമില്ല, പിന്നെയോ തീവണ്ടിയിൽ യാത്ര ചെയ്ത് പരിചയവുമില്ല. ദൂരെ നിന്ന് തീവണ്ടി കണ്ട പരിചയമേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തെ വിഷമത്തിലാക്കി. മകനോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ ആ പിതാവ് കുഴങ്ങി. ഇടുക്കി ജില്ലയിലെ മനോഹരമായ ഒരു ഗ്രാമമാണ് വെള്ളത്തൂവൽ. ചുറ്റും ധാരാളം പച്ചമലകൾ തലപൊക്കിയ മനോഹരമായ ഒരു താഴ്വരയിലാണ് ആ പ്രദേശം. ഇനി ആ ഗ്രാമത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് പറയുന്നത്.
അവിടുത്തെ ഭൂപ്രകൃതിയും ആൾക്കാരെയും കുറിച്ചൊക്കെ. എന്താണ് പ്രത്യേകത പറയുന്നത്? മനോഹരമായൊരു ഗ്രാമമാണല്ലേ, ഇടുക്കി ജില്ലയിലെ മനോഹരമായൊരു ഗ്രാമമാണ്. നിറയെ മലകളുണ്ട് അല്ലേ, പച്ച നിറത്തിലുള്ള മലകൾ. പച്ച നിറത്തിലുള്ള മലകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കാട്, നിറയെ കാടുകളുള്ള മലകൾ അല്ലേ, നിറയെ കാടുകൾ, മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മലകൾ ചുറ്റും. പിന്നെ അതിൻ്റെ ചുവട്ടിൽ, ആ മലയുടെ ചുവട്ടിലുള്ള ഭംഗിയുള്ള ഒരു താഴ്വാരം. അവിടെയാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. റബ്ബറും തെങ്ങും കമുകും നെല്ലുമായിരുന്നു മിക്കവരുടെയും കൃഷി. അവിടുത്തെ പ്രധാന കൃഷി എന്തൊക്കെയായിരുന്നു? റബ്ബർ, പിന്നെ തെങ്ങും കമുകും. കവുങ്ങ്, നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന കവുങ്ങ് അല്ലേ, തെങ്ങും കവുങ്ങും അതുപോലെ റബ്ബറും നെല്ലുമായിരുന്നു മിക്കവരുടെയും കൃഷി. ചിലരൊക്കെ ഏലവും കുരുമുളകും ഗ്രാമ്പൂവും നട്ടുണ്ടാക്കി. റബ്ബറും തെങ്ങും കവുങ്ങും നെല്ലും കൂടാതെ വേറെ ചിലർ സുഗന്ധ വ്യഞ്ജനങ്ങളായ ഏലവും കുരുമുളകും ഗ്രാമ്പൂവും ഒക്കെ കൃഷി ചെയ്തിരുന്നു. അങ്ങനെ കൃഷി ചെയ്യുന്നവരുടെ സ്ഥലങ്ങളിൽ ജോലിയെടുക്കാനും ധാരാളം ആളുകളുണ്ടായിരുന്നു. അത്തരത്തിൽ കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന സാധാരണക്കാരനായിരുന്നു രാജൻ. അപ്പോൾ രാജൻ്റെ ജീവിത സാഹചര്യത്തെക്കുറിച്ച് പറയുകയാണ്. എന്താണ് രാജൻ്റെ ജോലി? അദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനാണ് അല്ലേ. എവിടെയാണ് ജോലി ചെയ്യുന്നത്? മറ്റു കൃഷിക്കാരുടെ കൃഷിഭൂമിയിൽ അല്ലേ, മറ്റു കൃഷിക്കാരുടെ കൃഷിഭൂമിയിൽ കൂലിപ്പണി ചെയ്താണ് അദ്ദേഹം കുടുംബം പോറ്റുന്നത്. അച്ഛനിൽ നിന്ന് മറുപടി കിട്ടാതെ വന്നപ്പോൾ അഖിൽ പിന്നെയും ചോദിച്ചു. അഖിൽ എന്തായിരുന്നു ചോദിച്ചത്? താജ്മഹൽ കാണാൻ ഞങ്ങളെ കൊണ്ടുപോകാമോന്ന് അല്ലേ. അച്ഛൻ മറുപടിയൊന്നും പറഞ്ഞില്ല. അടുത്ത വെക്കേഷന് അച്ഛൻ ഞങ്ങളെ താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോകുമോ? അവൻ ചോദ്യം ആവർത്തിച്ചു അല്ലേ. അടുത്ത വെക്കേഷന് നമുക്ക് താജ്മഹൽ കാണാൻ പോകാം എന്ന് ചോദിച്ചു. അവനെ സമാധാനിപ്പിക്കാനായി രാജൻ പറഞ്ഞു, നന്നായി പഠിച്ച വേനൽപ്പൂട്ടിന് നമ്മൾ താജ്മഹൽ കാണാൻ പോകും. മകനെ സമാധാനിപ്പിക്കാൻ ഒരു മറുപടി വേണമല്ലോ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നന്നായി പഠിക്കുകയാണെങ്കിൽ, നിങ്ങളോടൊക്കെ പറയുന്നുണ്ടാവും അല്ലേ, നന്നായി പഠിക്കുകയാണെങ്കിൽ നമുക്ക് താജ്മഹൽ കാണാൻ പോവാം. എപ്പോഴാണ് പോവുക? അടുത്ത വേനൽപ്പൂട്ടിന്. വേനൽപ്പൂട്ട് എന്ന് പറഞ്ഞാൽ വേനലവധിക്ക്, അടുത്ത സമ്മർ വെക്കേഷന് നമുക്ക് താജ്മഹൽ കാണാൻ പോകാം എന്ന് പറഞ്ഞു. അമ്മ കൂടി ഉറപ്പ് പറയുമ്പോഴാണല്ലോ കുട്ടികൾക്ക് ശരിക്കും ഒരു സന്തോഷമുണ്ടാവുക. അഖിൽ അമ്മയോട് ചോദിച്ചു. അപ്പോൾ അച്ഛൻ്റെ മറുപടിയിൽ അങ്ങനെ പൂർണ്ണമായും തൃപ്തനായില്ല അവൻ. അമ്മ കൂടി അതിന് സപ്പോർട്ടുണ്ടെങ്കിൽ ഇനി അമ്മ മറ്റോ അതിന് ഇടങ്കോലിട്ടാലോ? അങ്ങനെയൊന്നും വേണ്ട, കുട്ടികൾക്ക് വേണ്ടാത്ത ആശയമൊന്നും കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ പിന്തിരിപ്പിച്ചാലോ? അതുകൊണ്ട് അമ്മയോടുകൂടി ചോദിച്ചു. അമ്മയുടെ ഭാഗത്തു നിന്നുമുള്ള ഉറപ്പ് കിട്ടാനായി ചോദിച്ചു. അച്ഛൻ കൊണ്ടുപോകുമോ അമ്മേ? അല്ലേ, അച്ഛൻ കൊണ്ടുപോകുമോ? അമ്മ തടസ്സം നിൽക്കില്ലല്ലോ അല്ലേ. അച്ഛൻ കൊണ്ടുപോകുമോ? അച്ഛൻ പറഞ്ഞ വാക്ക് പാലിക്കുമോ? അമ്മയുടെ ഭാഗത്ത് നിന്നുകൂടി ഉറപ്പ് കിട്ടണം. അവർക്ക് കൃത്യമായ ഉത്തരമുണ്ടായിരുന്നില്ല. എങ്കിലും മകനെ സമാധാനിപ്പിക്കാനായി അവർ പറഞ്ഞു, അച്ഛൻ പറഞ്ഞെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും. സ്കൂൾ അടയ്ക്കട്ടെ. ഏതായാലും അച്ഛൻ പറഞ്ഞല്ലോ പോകാമെന്ന്. അപ്പോൾ ചിലപ്പോൾ പോയേക്കാം. ഏതായാലും സ്കൂൾ അടയ്ക്കാൻ ഇനിയും കുറേ മാസങ്ങളുണ്ടല്ലോ, നമുക്ക് നോക്കാം, സ്കൂൾ അടയ്ക്കട്ടെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു അമ്മ. അഖിലിന് സന്തോഷമായി. അവൻ താജ്മഹലിനെ സ്വപ്നം കാണാൻ തുടങ്ങി. കിട്ടാവുന്നിടത്തു നിന്നെല്ലാം താജ്മഹലിൻ്റെ ചിത്രങ്ങൾ സമ്പാദിച്ചു. ഷാജഹാൻ്റെയും ഭാര്യ മുംതാസ് മഹലിൻ്റെയും കഥകൾ അവൻ ശേഖരിക്കുകയും സ്കൂൾ വിട്ടുവന്ന് അമ്മയോടും അനിയത്തിയോടും അത് വർണ്ണിച്ചു പറയുകയും ചെയ്തു. അപ്പോൾ താജ്മഹൽ കാണാൻ പോകുന്നതിൻ്റെ ആ സന്തോഷം അഖിൽ എങ്ങനെയൊക്കെയാണ് പ്രകടിപ്പിച്ചത്?
അവൻ പിന്നീട് സ്വപ്നങ്ങളിലൊക്കെ താജ്മഹലാണ് കാണുന്നത് അല്ലേ. താജ്മഹൽ കാണാൻ പോകുന്നതൊക്കെയാണ് അവൻ്റെ സ്വപ്നങ്ങളിൽ പിന്നെ ഉള്ളത്. താജ്മഹലിനെ സ്വപ്നം കാണാൻ തുടങ്ങി. കിട്ടാവുന്നിടത്തെല്ലാം എവിടെ നിന്നൊക്കെ ചിത്രങ്ങൾ കിട്ടുമോ, താജ്മഹലിൻ്റെ ചിത്രങ്ങൾ കിട്ടുമോ അതൊക്കെ ശേഖരിച്ചു. അതുപോലെ ഷാജഹാൻ്റെയും ഭാര്യ മുംതാസ് മഹലിൻ്റെയും കഥകൾ സമ്പാദിച്ചു, കഥകളും ശേഖരിച്ചു. പിന്നെ മാത്രമല്ല സ്കൂൾ വിട്ട് വന്ന് ഈ ചിത്രങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അവന് കിട്ടിയ കഥകളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. അമ്മയെയും അനിയത്തിയെയും കൂടി ഉത്സാഹിപ്പിച്ചു. അവർക്കും ഒരു പ്രേരണ നൽകുകയാണ്. നമുക്ക് പോകണ്ടേ, നമുക്ക് പോകാനുള്ള സ്ഥലം ഇതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കൂടി പോകാനുള്ളൊരു പ്രചോദനം നൽകിക്കൊണ്ടേയിരുന്നു അവൻ. വേനലവധിക്ക് വിനോദയാത്ര പോകുന്ന കാര്യം സ്കൂളിലെ കൂട്ടുകാരോട് പറയാനും അഖിൽ മറന്നില്ല. അച്ഛൻ സമ്മതിച്ച ഉടനെ തന്നെ സ്കൂളിലെത്തി കൂട്ടുകാരോടൊക്കെ പറഞ്ഞു. നിങ്ങളൊക്കെ പറയാറില്ലേ അല്ലേ, എവിടെയെങ്കിലും പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ പോകുന്നുണ്ട് പറയാറില്ലേ. അതുപോലെ തന്നെ നമ്മുടെ അഖിലും പറഞ്ഞു. ഞങ്ങൾ അടുത്ത വേനലവധിക്ക് അച്ഛനും അമ്മയും അനിയത്തിയും ഞാനുമൊക്കെ എവിടെ പോകും, താജ്മഹൽ കാണാൻ പോകുമെന്ന് കൂട്ടുകാരോടൊക്കെ പറഞ്ഞു തുടങ്ങി. ഞങ്ങൾ താജ്മഹൽ കാണാൻ പോകൂലോ. കൂട്ടുകാരിൽ ചിലരത് വിശ്വസിച്ചു, കുറേ പേർ അവിശ്വസിക്കുകയും ചെയ്തു അല്ലേ. അവനെപ്പോലുള്ള ചില കൂട്ടുകാർ എങ്ങനെയാണ് പോവാൻ വലിയ സാധ്യതയൊന്നുമില്ല, വളരെ ദൂരെയല്ലേ, അങ്ങനെയൊക്കെ പോകാമോ, എല്ലാവർക്കൊക്കെ അങ്ങനെ പോകാൻ പറ്റുന്ന സ്ഥലമാണോ എന്നൊക്കെ ചിലർ ചിന്തിച്ചു. അങ്ങനെ ചിലർക്കത് വിശ്വാസം വന്നില്ല. ചിലർ അവൻ്റെ നല്ല കൂട്ടുകാരൊക്കെ, അടുത്ത കൂട്ടുകാരൊക്കെ അത് വിശ്വസിക്കുകയും ചെയ്തു. ദിവസങ്ങൾ ഓടി ഓടിപ്പോയി. അങ്ങനെ മാർച്ച് അവസാനമായി സ്കൂൾ അടച്ചു. പിറ്റേ ദിവസം രാവിലെ അഖിൽ അച്ഛനോട് ചോദിച്ചു, എപ്പോഴാ അച്ഛാ നമ്മൾ താജ്മഹൽ കാണാൻ പോകുന്നത്? അല്ലേ, സ്കൂൾ അടച്ചാൽ പോകുന്നല്ലേ പറഞ്ഞത്. സ്കൂൾ അടച്ചല്ലോ, പറയൂ അച്ഛാ, ഇനി എപ്പോഴാണ് നമ്മൾ പോവുക? നാളെ തന്നെ പോകുമല്ലോ അല്ലേ? രാജൻ ഞെട്ടിപ്പോയി. ഇത്രയും കാലം കൊണ്ട് അവൻ അക്കാര്യം മറന്നിട്ടുണ്ടാവുമെന്നാണ് സാധുവായ ഏതൊരു പിതാവിനെയും പോലെ രാജനും വിചാരിച്ചിരുന്നത്. കുറേ മാസങ്ങളായില്ലേ, മകൻ അതൊക്കെ മറന്നിട്ടുണ്ടാവും. താജ്മഹലും അല്ലേ യാത്രയും ഒന്നും അവനിപ്പോൾ ഓർക്കുന്നുണ്ടാവില്ല എന്നാണ് ആ അച്ഛൻ ധരിച്ചു വച്ചിരുന്നത്. ചോദ്യം കേട്ട് അദ്ദേഹം ഞെട്ടിപ്പോയി. വാസ്തവത്തിൽ മക്കളോട് വാക്കു പറഞ്ഞത് രാജൻ ഇടയ്ക്കിടെ ഓർമ്മിക്കാറുണ്ടായിരുന്നു. രാജൻ ഓർമ്മയൊക്കെയുണ്ട് മക്കൾ ചോദിച്ച കാര്യം, അതൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർമ്മ വരാറുണ്ട്. പക്ഷേ ഒരു കൂലി വേലക്കാരൻ്റെ സ്വപ്നത്തിന് പോലും താങ്ങാനാവാത്തതായിരുന്നു താജ്മഹൽ യാത്ര. ഉള്ളത് തുറന്നു പറയുകയാണ് നല്ലതെന്ന് അയാൾക്ക് തോന്നി. ഒരു കൂലി വേലക്കാരന് കുടുംബസമേതം പോകാൻ പറ്റിയ സ്ഥലമല്ല അത്. പോകാൻ ഒക്കില്ലാത്ത സ്ഥലമാണ്. ഇത്രയും ദൂരം, ഇത്രയും പണച്ചെലവുള്ള സ്ഥലത്തേക്കുള്ള യാത്ര ഒരു സാധാരണക്കാരന്, ഒരു കൂലി വേലക്കാരന്, അന്നന്ന് ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് പോകാൻ പറ്റുന്നതല്ല എന്ന് അദ്ദേഹം മക്കളോട് പറഞ്ഞു കൊടുക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. ഉള്ളത് തുറന്നു പറയുകയാണ് നല്ലതെന്ന് അയാൾക്ക് തോന്നി. മോനെ, അവിടെ വരെ പോയി വരാൻ ഒരുപാട് കാശ് വേണം. ഇക്കൊല്ലം നമുക്കതിന് കഴിയുമോ എന്നറിയില്ല. അടുത്ത വർഷം എന്തായാലും അത് മുഴുമിപ്പിച്ചില്ല അല്ലേ. എന്തായാലും നല്ല ഉള്ളതാണ് മോനെ ആ യാത്ര. ഇക്കൊല്ലം നമുക്കതിന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് നോക്കാം, അടുത്ത വർഷത്തേക്ക് പൈസയൊക്കെ കുറച്ച് കൂട്ടി വെച്ച് നമുക്ക് പോകാൻ പറ്റുമോ എന്ന് നോക്കാം എന്ന രീതിയിൽ പറഞ്ഞു. അഖിൽ മറുത്തൊന്നും പറഞ്ഞില്ല. അച്ഛൻ്റെ കയ്യിൽ കാശില്ല. കാശുണ്ടെങ്കിൽ യാത്ര പോകുമായിരുന്നു. അച്ഛൻ്റെ ജീവിത സാഹചര്യം അല്ലേ, അച്ഛൻ്റെ അവസ്ഥ മനസ്സിലാവുന്നൊരു കുഞ്ഞാണല്ലേ. അവൻ വാശി പിടിച്ചൊന്നുമില്ല. അച്ഛൻ വാക്കു പറഞ്ഞതല്ലേ, വാക്കു പാലിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് അച്ഛനെ കുറ്റപ്പെടുത്തിയുമില്ല. അച്ഛനോട് വളരെയധികം സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ള കുഞ്ഞാണ് അഖിൽ അല്ലേ. അച്ഛനെ മനസ്സിലാക്കുന്നു, ജീവിത സാഹചര്യം മനസ്സിലാക്കുന്നു ആ കുട്ടി. അപ്പോൾ അവൻ മറുത്തൊന്നും പറഞ്ഞില്ല. അച്ഛൻ്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ്,
കാശുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കൊണ്ടുപോയേനെ എന്ന് അവൻ ആലോചിച്ചു. ചിലപ്പോൾ നാട്ടിൽ പണികൾ വല്ലാതെ കുറയും. അപ്പോൾ വലിയ കഷ്ടമാവും. അച്ഛനും അമ്മയും അതൊക്കെ സങ്കടത്തോടെ പറയാറുണ്ട്. അഖിലും അമ്മുവും അതെല്ലാം കേൾക്കുന്നതാണ്. അച്ഛൻ്റെയും അമ്മയുടെയും പരസ്പരമുള്ള കുടുംബ സാഹചര്യം, വീട്ടുചെലവുകളെക്കുറിച്ചും ജോലിയില്ലാത്തതിനെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെയുള്ള സംഭാഷണം കുട്ടികൾ കേൾക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാശില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അവന് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ട് അവൻ വാശി പിടിച്ചില്ല, നിർബന്ധിച്ചില്ല, പോകണമെന്ന് തന്നെ പറഞ്ഞ് വാശി പിടിച്ചില്ല. യാത്ര അടുത്ത കൊല്ലമാവാം അവർ കരുതി. ഇക്കൊല്ലം പോയില്ലെങ്കിൽ എന്താ, താജ്മഹൽ അവിടെ തന്നെ ഉണ്ടാവുമല്ലോ, അടുത്ത വർഷം പോവാം. അപ്പോഴേക്കും അച്ഛന് കാശൊക്കെ ഉണ്ടാവട്ടെ, അടുത്ത വർഷം പോകാമെന്നവർ സ്വയം ആശ്വസിച്ചു. അഖിലും അമ്മുവും താജ്മഹലിനെ കുറിച്ച് ഒരുപാട് വിവരങ്ങളും ധാരാളം ചിത്രങ്ങളും ശേഖരിച്ചിരുന്നു. ഇരുവരും ചേർന്ന് മനോഹരമായ ഒരു ആൽബവും ഉണ്ടാക്കി. അവർ താജ്മഹലിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചിരുന്നു അല്ലേ, അതുപോലെ ചിത്രങ്ങളൊക്കെ ശേഖരിച്ചിരുന്നു. അതൊക്കെ കൊണ്ട് നല്ലൊരു ആൽബം ഉണ്ടാക്കി. രാജനും ഭാര്യയും സങ്കടത്തോടെ അത് നോക്കി. താജ്മഹൽ കാണാൻ അവർക്കും വലിയ മോഹം തോന്നി തുടങ്ങിയിരുന്നു. നേരത്തെ അഖിൽ അതിനെക്കുറിച്ചൊക്കെ വർണ്ണിച്ച് കേൾപ്പിക്കുമായിരുന്നല്ലോ അല്ലേ. അപ്പോൾ ഈ ചിത്രങ്ങൾ കണ്ടതും ആ വിവരങ്ങളെക്കുറിച്ചൊക്കെ കേട്ടതും ആ ഒരു കാരണങ്ങൾ കൊണ്ട് അവർക്കും കുട്ടികളെ പോലെ തന്നെ താജ്മഹൽ കാണണമെന്നുള്ളൊരാഗ്രഹം അവരിലും ഉണ്ടായി. ഒടുക്കം രാജൻ കുട്ടികളോട് പറഞ്ഞു, അച്ഛനും അമ്മയ്ക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളെ ഇത്രയും വലിയ ഒരു യാത്രയ്ക്ക് കൊണ്ടുപോകാനൊന്നും കഴിയില്ല. അതിനാൽ അഖിലും അമ്മുവും വാശി പിടിച്ച് കരഞ്ഞില്ല. എങ്കിലും രണ്ടുപേർക്കും ഉള്ളിൽ നല്ല വേദനയുണ്ടായിരുന്നു. മക്കളുടെ വേദന രാജന് മനസ്സിലായി. മക്കളെ കൂട്ടി ഏതെങ്കിലും ഒരിടത്തേക്ക് എത്രയും പെട്ടെന്ന് ഒരു യാത്ര പോകുന്നതിനെക്കുറിച്ച് അയാൾ ആലോചിച്ചു കൊണ്ടിരുന്നു. ഇത്രയും ദൂരം പോകാൻ നമുക്ക് പറ്റില്ല, ഒരുപാട് കാശ് ചിലവുള്ളതാണ്, വളരെ ദൂരെയാണ് ആ സ്ഥലം എന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടികൾ അത് മനസ്സിലാക്കുകയാണ് അല്ലേ. അവർ വാശി പിടിച്ചതൊന്നുമില്ല. പക്ഷേ കുട്ടികളുടെ മനസ്സ് വേദനിച്ചത് ആ പിതാവ് മനസ്സിലാക്കി. അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും കുട്ടികളെയും കൂട്ടി യാത്ര പോകണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ഒരു ദിവസം രാജൻ മക്കളോട് പറഞ്ഞു, അച്ഛൻ നിങ്ങൾക്ക് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ കാണിച്ചു തരാൻ പോകുന്നു. അല്ലേ, അച്ഛൻ ഒരു ദിവസം പറയാണ്, നമുക്ക് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ കാണാൻ പോകാം. അങ്ങ് ദൂരെ പോകാൻ പറ്റിയില്ലെങ്കിൽ എന്താ, നമ്മുടെ നാട്ടിലുമുണ്ട് താജ്മഹൽ, നമുക്കത് കാണാൻ പോകാം. നമ്മുടെ ജില്ലയിൽ താജ്മഹലോ? അവർ അത്ഭുതപ്പെട്ടു. അവർ ഇതുവരെ അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നില്ല അല്ലേ. താജ്മഹൽ ഒന്നേ ഉള്ളൂ, അത് ആഗ്രയിലാണ് ഷാജഹാൻ നിർമ്മിച്ചത് അല്ലേ, ഭാര്യ മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്കായി. പക്ഷേ ഈ കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ എവിടെയാണ് താജ്മഹൽ? നമ്മുടെ ജില്ലയിൽ താജ്മഹലോ? അവർ അത്ഭുതപ്പെട്ടു. രാജൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. പിറ്റേന്ന് അവർ പുറപ്പെട്ടു. വെള്ളത്തൂവലിൽ നിന്നു ബസ് കയറി. 2-3 ബസ്സുകൾ മാറിക്കയറി ഒരു ചെറിയ പട്ടണത്തിലെത്തി. കുട്ടികൾ ചുറ്റിനു നോക്കി. കുറച്ചു മാത്രം കടകളും ആളുകളുമുള്ള ഒരു ചെറിയ കവല. അമ്മയുടെ മുഖത്ത് ഒരു ചെറിയ മന്ദഹാസം വിരിയുന്നത് അവർ കണ്ടു. അപ്പോൾ അടുത്ത ദിവസം തന്നെ അവർ താജ്മഹൽ കാണാൻ പുറപ്പെട്ടു അല്ലേ, അവരുടെ ഗ്രാമത്തിലെ താജ്മഹൽ കാണാൻ. ഇപ്പോൾ 2-3 ബസ്സൊക്കെ മാറി കയറി അവർ ഒരു പട്ടണത്തിലെത്തി. പിന്നെ ഒരു കവലയിൽ ബസ് ഇറങ്ങി അല്ലേ. കവല എന്ന് പറഞ്ഞാൽ 3-4 റോഡുകൾ കൂടിച്ചേരുന്ന സ്ഥലമാണ് കവല. നമ്മൾ ജംഗ്ഷൻ എന്നൊക്കെ പറയുന്നില്ലേ. രാജൻ അവരുടെ കൈ പിടിച്ച് കുറച്ച് ദൂരം നടന്നിട്ട് കൈ ചൂണ്ടി. അതിനു മുമ്പായിട്ട് അമ്മയുടെ ചുണ്ടിലും ചെറിയ മന്ദഹാസമൊക്കെ ഉണ്ടായല്ലേ. അമ്മയും ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം കുടുംബത്തോടൊപ്പം യാത്രയൊക്കെ പോകുന്നത്. എപ്പോഴും ജോലിയും അല്ലേ, വീട്ടിലെ പ്രാരാബ്ദവും ഒക്കെ അല്ലേ. അപ്പോൾ അമ്മയ്ക്കും ചെറിയ സന്തോഷമൊക്കെ ഉണ്ടായി യാത്ര പോകാൻ പറ്റിയതിൽ. അപ്പോൾ കുറച്ച് ദൂരം നടന്നപ്പോൾ താജ്മഹൽ കാണാൻ പറ്റി അല്ലേ. നോക്കൂ, ഇതാണ് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ.
ദൂരെ കൈ ചൂണ്ടി അച്ഛൻ കാണിച്ചു കൊടുക്കുകയാണ് കുട്ടികൾക്ക്. ദാ നമ്മുടെ ജില്ലയിലെ താജ്മഹൽ കണ്ടോ, ദാ അങ്ങോട്ടേക്ക് നോക്കൂ. കുട്ടികൾ വിസ്മയിച്ചു പോയി. അവരുടെ മുന്നിൽ ഇടുക്കി അണക്കെട്ട് ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുകയാണ്. ഏതാണ് അവർ കണ്ട താജ്മഹൽ? ഇടുക്കി അണക്കെട്ടല്ലേ, ഇടുക്കി ഡാമാണ് അവരുടെ നാട്ടിലെ താജ്മഹൽ. ഇടുക്കി ജില്ലയിലെ താജ്മഹൽ ഏതാണെന്ന് മനസ്സിലായല്ലോ. ഈ താജ്മഹലിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ മനസ്സിലാക്കാം.